ഇപ്പോൾ ബിന്ദു അമ്മണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബിന്ദു അമ്മണി, ഇവിടെ ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ, ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ എന്താണ് നിലപാട്? അത് കോടതിയിൽ ഒരു നിലപാട് മാറ്റത്തിലേക്ക് കടക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അത് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ്. അപ്പോൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ്. ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ പഴയ നിലപാട്, സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവർ പറയുന്ന തരത്തിൽ ഈ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിന്റെ മിനിസ്റ്ററെ മാറ്റുക എന്നുള്ളതാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു വിശ്വാസിയായ ആളല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. വിശ്വാസിയല്ലാത്ത ആള് അവർ പറയുന്ന രീതിയിലാണെങ്കിൽ ആദ്യം ആ മന്ത്രിയെ തന്നെ മാറ്റട്ടെ. അപ്പൊ ഇത് വളരെ തെറ്റായ രീതിയിൽ പുരോഗമനപരമായിട്ടുള്ള കേരളം ഉരുത്തിരിഞ്ഞു വന്നത് ഒരുപാട് സമരങ്ങളിലൂടെയും ഒരുപാട് നവോത്ഥാന മൂവ്മെന്റുകളിലൂടെയാണ്. ആ എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിയുന്ന തരത്തിലേക്കാണ് ഇന്ന് ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാനാവത്തില്ല. അത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ്, ആ കേസ് ഇപ്പോ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലാണ്. അങ്ങനെയുള്ള ഒരു കേസിനകത്ത് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് ഇന്ന് കോൺഗ്രസും BJPയും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെ അത് പിൻപറ്റിക്കൊണ്ട് ആ നിലപാടുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ഈ രണ്ട് കക്ഷികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇടതുപക്ഷത്തിനും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരിലെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഇത് വളരെ തെറ്റാണ്. ഇത് ഇരട്ടത്താപ്പാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ മലക്കം മറിയുകയാണ് എന്നല്ലേ കരുതേണ്ടത്? അല്ല, ഇതിനു മുന്നേ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇത്തരം ക്രൈസിസുകളെയൊക്കെ വളരെ പുരോഗമനപരമായി നേരിട്ട ആളുകളാണ്. അന്ന് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമമൊക്കെ വരുന്ന സമയത്ത് ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ മന്ത്രിസഭ തന്നെ പിരിച്ചുവിടുന്നതിലേക്ക് പോയ ഒരു ചരിത്രമുള്ള പാർട്ടിയാണ് ഇത്തരത്തിൽ വളരെ തെറ്റായ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപലപനീയമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ അധസ്ഥിതരുടെയും ഇവിടുത്തെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ സംരക്ഷണമാണ്. അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന അത്തരം ഒരു പ്രതീക്ഷ നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള നിലപാട് വളരെ അപലപനീയമാണ്. നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായി തമിഴ്നാടിനെ അവർ കണ്ടുപിടിക്കട്ടെ. തമിഴ്നാട് എല്ലാ ദളിത് മനുഷ്യർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകുകയാണ്. വളരെ പുരോഗമനപരമായിട്ടുള്ള സ്റ്റെപ്സ് ആണ് തമിഴ്നാട്ടിലടക്കം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പിന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വളരെ തെറ്റായ ഒരു വ്യതിയാനമാണ്. ഇതില് നമ്മള് പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇത് പ്രതിരോധിക്കുമെന്ന് തന്നെ കരുതുന്നു. യെസ്, ഇതിലിപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘം ഒക്കെ നടക്കാൻ പോവുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരു സംഗമത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ബിന്ദു അമ്മണിക്ക്? ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി ഇടതുപക്ഷം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ തൊഴിലില്ലായ്മ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും പൊറുതുമുട്ടുകയാണ് ജനങ്ങള്. ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ അവര് മുന്നോട്ട് വെക്കാതെ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പൊ ഞാനൊരു കത്ത് നൽകിയിരുന്നു. ഈ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ശബരിമലയിൽ പ്രവേശിച്ച എന്നെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ഒരു കത്ത്, ഒരു മെയിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്. അപ്പോൾ എന്നെയും ഇതിൽ പങ്കെടുപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത് വ്യക്തിപരമായി എനിക്ക് മാത്രം എന്തെങ്കിലും നേടണമെന്ന് സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകളുടെ തുല്യതയും ഒക്കെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് ബാധ്യതയുള്ള ഒരു ഗവൺമെന്റാണ് അവർ പറയുന്നത്. അപ്പം വകുപ്പ് മന്ത്രി പറയുന്നത് ഭക്തയല്ലാത്ത ബിന്ദു അമ്മണിയെ പങ്കെടുപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഭക്തയല്ലാത്ത ഇതേ മന്ത്രിക്കും ഭക്തനല്ലാത്ത മുഖ്യമന്ത്രിക്കും ഒക്കെ എങ്ങനെ ഇതിൽ പങ്കെടുക്കാനാവും? അവരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കൂ എന്നുള്ളത് അവര് നമ്മളോട് പറയേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ പോകില്ല എന്ന് തന്നെയാണോ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്? ഇടതുപക്ഷ സർക്കാർ തെറ്റായ അവരുടെ നയസമീപനങ്ങൾ തിരുത്തണം. ഇവിടുത്തെ പുരോഗമനപരമായിട്ടുള്ള മൂല്യങ്ങൾ കൈയൊഴിയുന്നത് തിരുത്തി അവര് ശരിയായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെ പോകുവാണെങ്കിൽ പുതിയ പക്ഷം വരട്ടെ. ഇടതും വലതും സംഘപരിവാറും ഒന്നുമല്ലാത്ത ജനങ്ങളുടെ പുതിയ പക്ഷം വരട്ടെ. യെസ്, നന്ദി. ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണിയാണ് പ്രതികരിച്ചത്. എന്തായാലും